കേരളത്തിൽ ബി.ജെ.പി 3 സീറ്റുകൾ വരെ നേടുമെന്ന പ്രവചനത്തിൽ സുരേഷ് ഗോപി ഇന്നലെ നല്ലതുപോലെ ഉറങ്ങി. വോട്ടെടുപ്പ് കഴിഞ്ഞ ശേഷം ആദ്യമായാണ് സുരേഷ് ഗോപി ജയിക്കുമെന്ന് ഒരു ഏജൻസി പറയുന്നത്. ഏജൻസി മാത്രമല്ല, ഒരാളെങ്കിലും പറയുന്നത്. ഇതിൽ വെച്ചറിയാം ഈ പ്രവാചകരെല്ലാം തട്ടിപ്പാണെന്ന്. കാശ് മുടക്കിയാൽ എങ്ങോട്ട് വേണമെങ്കിലും ആൻറ്റിന തിരിയും. ആര് ജയിക്കുമെന്ന് വേണമെങ്കിലും പറയും, തോൽക്കുമെന്നും പറയും. കാശ് വേണം, കാശ്. അതില്ലെങ്കിൽ മൂലയിലിരിക്കത്തേ ഉള്ളൂ. അതുമാത്രമല്ല, UDF തരംഗമുണ്ടാകുമെന്നും ചിലർ പ്രവചിക്കുന്നു. UDFന് 14 മുതൽ 15 സീറ്റ് വരെയും ലഭിക്കുമെന്ന് വിവിധ ഏജൻസികൾ പ്രവചിച്ചു. LDFന് 4 സീറ്റുകൾ വരെ പറയുന്നുണ്ട് ചിലർ. ഏതായാലും 4 സീറ്റുകൾ വരെ പറയുന്നുണ്ട്. ഒന്നും കിട്ടില്ലെന്ന് പറയുന്നില്ലല്ലോ, ആശ്വാസമായി. LDFന് 1 സീറ്റും UDFന് 17 മുതൽ 18 സീറ്റുകളും NDAക്ക് 3 വരെ സീറ്റുകളും ലഭിക്കുമെന്ന് ഒരു ഏജൻസി പ്രവചിക്കുന്നുണ്ട്. LDFന് 3 മുതൽ 5 സീറ്റ് വരെയും UDFന് 13 മുതൽ 15 വരെയും NDAക്ക് 3 വരെ സീറ്റുകൾ നേടുമെന്നാണ് മറ്റൊരു പ്രവചനം. UDFന് 17 സീറ്റും NDAക്ക് 3 സീറ്റും. LDFന് സീറ്റേ ഇല്ല എന്ന് പ്രവചിക്കുന്ന ഏജൻസിയുമുണ്ട്. ഇടതുമുന്നണിക്ക് സീറ്റില്ലെന്ന് പറയുന്നവർ പത്തനംതിട്ട, തിരുവനന്തപുരം, തൃശ്ശൂർ മണ്ഡലങ്ങളിൽ BJPക്ക് സീറ്റുണ്ടാകും, അവിടെ അക്കൗണ്ട് തുറക്കുമെന്നാണ് പറയുന്നത്. ആളുകളെ പൊട്ടന്മാരാക്കുന്ന ഈ സർവേകൾ യഥാർത്ഥത്തിൽ നിരോധിക്കണം. കേന്ദ്രത്തിൽ 3ാം തവണയും BJP സഖ്യം അധികാരത്തിൽ വരുമെന്നാണ് എല്ലാവരും പ്രചരിപ്പിക്കുന്നത്. NDA സഖ്യത്തിന് 350 സീറ്റുകൾ കിട്ടുമെന്നാണ് പ്രവചനം. ഇന്ത്യ സഖ്യം 154 സീറ്റുകൾ നേടുമ്പോൾ മറ്റുള്ളവർ 30 സീറ്റുകൾ നേടുമെന്നാണ് ഒരു പ്രവാചകൻ പറയുന്നത്. ഈ പ്രവചനങ്ങൾ തട്ടിപ്പാണെന്ന് പറയുന്നത് മറ്റൊന്നും കൊണ്ടല്ല. BJPക്ക് 3 സീറ്റുകൾ കേരളത്തിൽ കിട്ടുമെന്നും അതിലൊന്ന് പത്തനംതിട്ടയാണെന്നും പറയുന്നത് തന്നെ കേരളത്തിലുള്ളവരെ അപമാനിക്കുന്നതിന് തുല്യമല്ലേ? പ്രത്യേകിച്ച് പത്തനംതിട്ടയൊക്കെ ജയിക്കുമെന്നാണ് പറയുന്നത്. പണ്ടൊക്കെ ഈ പ്രവചനങ്ങൾ കേൾക്കുമ്പോൾ ഒരു യാഥാർത്ഥ്യമൊക്കെ തോന്നുമായിരുന്നു. ഇപ്പോൾ മനസ്സിലായി ഇതെല്ലാം ശുദ്ധ തട്ടിപ്പാണെന്നും പണമൊഴുക്കാണെന്നും. ഈ സർവേകൾ കേൾക്കുമ്പോൾ ഒന്നുമില്ലെങ്കിൽ സ്ഥാനാർത്ഥികൾക്കൊരാശ്വാസമാകും. ആയിക്കോട്ടെ, വോട്ടെണ്ണി ഫലം പുറത്തു വരുന്നത് വരെ സമാധാനമായി കിടന്നുറങ്ങാമല്ലോ. അതാണിപ്പോൾ സുരേഷ് ഗോപിയുടെ അവസ്ഥ. വോട്ടെടുപ്പ് കഴിഞ്ഞപ്പോൾ പെട്ടിയുമെടുത്ത് തൃശ്ശൂരിൽ നിന്നും പോയതാ, പിന്നെ അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയിട്ടേയില്ല. ഇപ്പോൾ ഞായറാഴ്ച പള്ളിയിൽ പോകണ്ട, അമ്പലത്തിൽ പോകണ്ട, മുസ്ലിം പള്ളികളിൽ പോയി നിസ്കരിക്കണ്ട, എന്തൊക്കെ അഭിനയമായിരുന്നു. എല്ലാം നിർത്തി പെട്ടിയും കിടക്കയും എടുത്ത് തൃശ്ശൂർ വിട്ടു. ഇനി അടുത്ത തെരഞ്ഞെടുപ്പിന് കാണാം.